ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻസിനെ പറ്റിയിട്ട് പറയുമ്പോൾ അത് ഏറ്റവും ഡോക്ടറെ പേഷ്യൻ്റ് എന്നുള്ള നിലയ്ക്കല്ല, ഉപദേഷ്ടാവ് എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ മറ്റേ ഉത്തമ സ്നേഹിതൻ എന്നുള്ള നിലയ്ക്കോ രോഗികളായിട്ട് പെരുമാറേണ്ടി വരും പലപ്പോഴും. ആ രീതിയിലുള്ള പെരുമാറ്റമായാലേ വാസ്തവത്തിൽ രോഗികൾക്ക് നമ്മൾ ഒരു കോൺഫിഡൻസ്, നമ്മുടെ ഒരു വിശ്വാസം വരണം. ഇദ്ദേഹം ചികിത്സിച്ചാൽ എനിക്ക് മാറും എന്നുള്ളൊരു വിശ്വാസം ആ രോഗിക്ക് വന്നാലേ മരുന്ന് കൊടുത്താൽ മാറുള്ളൂ. നമ്മൾ കാണേണ്ട എഴുതി കൊടുത്തുകൊണ്ട് കാര്യമില്ല, അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇന്നത്തെ രീതിയിൽ രോഗം എന്നതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടാണ് ഡോക്ടർമാർ മരുന്ന് നിശ്ചയിക്കണം. എന്നാലും പുതിയ രീതിയിലുള്ള മരുന്നുകളെ കൊണ്ട് റിയാക്ഷൻസ് ഉണ്ടാവുകൊണ്ട് മാറാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ നമ്മളെ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇത് ഇന്നതുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്, ഇത് ഇന്നത് ചെയ്താൽ അതിന് ശരിയാവും എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം മരുന്ന് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. ആ രീതിയിൽ ഇന്നത്തെ നമ്മുടെ ചികിത്സാ സമ്പ്രദായം മാറ്റേണ്ടി വന്നിരിക്കുന്നു. മുമ്പത്തെ മാതിരി വെറും കഷായങ്ങൾക്കോ അല്ലെങ്കിൽ ഇതിനോ എഴുതി കൊടുത്താൽ മാത്രം മതിയാവില്ല. ആ രീതിയിലല്ലാതെ കണ്ട് ഇന്ന തരത്തിൽ നിങ്ങൾ ആഹാര വിഹാരങ്ങളെല്ലാം നേരാക്കി കൊടുത്തുകൊണ്ട് നാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആ രോഗം മാറാൻ വളരെയധികം എളുപ്പമുണ്ട്. അത് മാത്രമല്ല, രോഗികൾക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാവുകയും ചെയ്യും. ആ വിശ്വാസം ഉണ്ടാക്കലാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. 1947 ഇദ്ദേഹം വിവാഹിതനായത്. പത്നി കക്കടവത്ത് വാര്യത്ത് കെ മാധവിക്കുട്ടി വാരസ്യർ. ഓർമ്മയിൽ ഏറ്റവും മറക്കാൻ വയ്യാതെ കണ്ടുള്ള കാര്യം ജ്യേഷ്ഠൻ്റെ മരണമാണ്. 1953 54 ജനുവരിയിൽ ആയുർവേദ്യശാലയുടെ ഗോൾഡൻ ജൂബിലി നടത്താൻ വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ ആയുർവേദ കോൺഗ്രസിൻ്റെ സമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രസിഡൻറ്റ് പണ്ഡിറ്റ് ശിവശർമ്മ അന്ന് ബോംബെയിലാണ്. ബോംബെയിൽ പോയിട്ട് മടക്കത്തിൽ മദുരാശിയിൽ ഗവർണറെ ശ്രീപ്രകാശെ കണ്ട് മടങ്ങി വരണം, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ. അതിന് വേണ്ടിയിട്ട് വേഗത്തിൽ പോയി വരാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് പോയാൽ താമസം വരും എന്ന് പറഞ്ഞിട്ട് അന്ന് പ്ലെയിനിൽ പോവുക ചെയ്തു. മാംഗ്ലൂരിൽ നിന്ന് ബോംബെക്കും ബോംബെയിൽ നിന്ന് മദ്രാസിൽ വന്നിട്ട് വരാനുമായിരുന്നു പ്ലാൻ. ബോംബെയിലെത്തി അവിടെ ശിവശർമ്മയെ കണ്ട് സംസാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് കത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന പ്രകാരത്തിൽ ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ കത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജ്യേഷ്ഠൻ അങ്ങനെ ബോംബെയിൽ നിന്ന് നാഗ്പൂർ പോയിട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ മദ്രാസിൽ പോയി. അന്നത്തെ വിമാനങ്ങളൊക്കെ ഈ തപാൽ കൊണ്ടുവരാനായിരുന്നു. അതിൽ 10-15 ആളുകൾ അതിൽ കയറിയിരുന്നുള്ളൂ. നാഗ്പൂർ ഇറങ്ങി കത്തുകളൊക്കെ മാറ്റിയിട്ട് ടേക്ക് ഓഫ് ചെയ്ത ഉടനെയാണ് ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യയുണ്ടായത്. രണ്ടുപേരും വിമാനം കത്തിയിട്ട്. ആ വിവരം ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഞങ്ങളിവിടെ അറിയുന്നത്. അത് ഇന്നും വളരെ വേദനയോട് കൂടിയിട്ടല്ലാണ്ട് അത് മറക്കാൻ സാധിക്കില്ലേ, ഒരു കാലത്ത് അത് മറക്കാൻ സാധിക്കാത്തൊരു സംഭവമായിട്ടാണ് ഓർമ്മയിൽ നിൽക്കുന്നത്.